തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നൊരു മേഖലയാണ് ഈ സൗന്ദര്യവർദ്ധക മേഖല. അതായത് ആളുകൾ നിരന്തരം അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും. എത്ര വില കൊടുത്ത് എന്ത് ക്രീമും വാങ്ങി തേക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഈ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാമും അവിടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മേഖലയില ഏറ്റവും വലിയൊരു സ്കാമിങ് മേഖല, അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയുണ്ടല്ലോ, ആ മേഖലയില ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കാമിങ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുന്ന മേഖല. അതായത് പ്രായം കൂടുന്തോറും എസ്പെഷ്യലി ഈ ചർമ്മത്തിന് ചുളിവ് വീഴും. അപ്പോൾ ഈ ചുളിവ് മൊത്തം മാറ്റിയ ആൻറ്റി ഏജിങ് ആയെന്നാണ് ഈ വിചാരം. അതായത് പുറമേ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഏജ്ഡ് ആകുമ്പോൾ അയാളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ DNA ഡാമേജസ് ഒക്കെ അടിഞ്ഞു കൂടും, ഇമ്മ്യൂണിറ്റി കുറയും, ഈ പ്രശ്നമൊക്കെ അകത്ത് നടക്കും. അപ്പോൾ പുറത്ത് ഈ പ്രായമാകുമ്പോൾ ചുളിവ് വീഴും. അപ്പോൾ ഈ ചുളിവ് അങ്ങ് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്താൽ ചെറുപ്പമായെന്ന് മറ്റുള്ളവരെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുക. കാരണം നമ്മളൊരു ഗ്രൂപ്പ് അനിമലാണല്ലോ. അപ്പോൾ ഗ്രൂപ്പാകുമ്പോൾ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൻറ്റി ഏജിങ് എന്നുള്ള സംഭവം വരുന്നത്. പ്രായം കൂടുന്തോറും ഇപ്പോൾ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്കിന്ന് ചുളിയാൻ തുടങ്ങും. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റിയിട്ട് ചെറുപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ആൻറ്റി ഏജിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ സ്കാമിങ് നടത്താൻ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ ആ സ്കാം ഒരു പരസ്യം നമ്മൾ കാണിക്കുമ്പോൾ മുന്നിൽ നിർത്തണമല്ലോ, തെളിവായിട്ട് നിർത്തണമല്ലോ. അപ്പോൾ അതുപോലെ ഈ ആൻറ്റി ഏജിങ് സ്കാം ചെയ്യുന്ന ആളുകൾ മുന്നിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളെ നിലനിർത്തുന്നുണ്ട്. അതായത് ആ ആളുകൾ ശരിക്കും പറഞ്ഞാൽ കള്ളമൊന്നുമല്ല. ഇപ്പോൾ 50 വയസ്സായിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ അവരുടെ സ്കിന്ന് നോക്കിയാൽ വളരെ ചുളിവൊന്നുമില്ലാത്ത സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ആഡുകളും ഇതൊക്കെ കാണുന്ന ആളുകൾ വിചാരിക്കും ശരിയാണല്ലോ, 50 വയസ്സായൊരു സ്ത്രീ, പ്രൂഫൊക്കെ കാണിക്കും, 50 വയസ്സാണ് അവരുടെ യഥാർത്ഥ ഏജ് എന്ന് പ്രൂഫൊക്കെ കാണിക്കും. നോക്കപ്പോൾ ഇത്രയും 50 വയസ്സായ 55, 60 വയസ്സായിട്ടുള്ള സ്ത്രീയും പുരുഷന്മാരും അവർ നോക്കിയപ്പോൾ സ്കിന്നൊക്കെ ഒരു ചുളിവും ഇല്ല. അപ്പോൾ തങ്ങൾക്കും അതുപോലെ ആവാമെന്ന് പറഞ്ഞ് ഈ സ്കാമിൽ ചെന്ന് ചാടി ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ, ഞാൻ ഈ പറഞ്ഞ ഈ ആൻറ്റി ഏജിങ് സ്കാമിൽ ഈ ആൾക്കാർ മുന്നിൽ നിർത്തുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് പരസ്യത്തിന് വേണ്ടി. ആ ആളുകൾക്ക് എന്തുകൊണ്ടാണ് സ്കിന്നിൽ ചുളിവ് വരാത്തത്? യഥാർത്ഥ സത്യം അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടോ, എന്തെങ്കിലും കോസ്മെറ്റിക് സർജറി ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സപ്ലിമെൻ്റാണ് കൊളാജൻ. കാരണം കൊളാജനാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റികതയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നത്. സ്കിന്നിൻ്റെ മാത്രമല്ല, കൊളാജൻ എന്ന് പറഞ്ഞ ഒരു പശയാണ്, മനസ്സിലായില്ലേ? ഒരു പശ നമ്മുടെ രക്തക്കുഴലുകൾ, അതുപോലെ നമ്മുടെ സ്കിന്ന്, ജോയിൻറ്റ്സ്, അപ്പോൾ അതിനെയൊക്കെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നിർത്തുന്ന ഒരു പശ പോലെ വേണമെങ്കിൽ ഈ കൊളാജൻ പ്രോട്ടീനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് കൊളാജൻ. അപ്പോൾ ഈ കൊളാജൻ സപ്ലിമെൻ്റ് പോലും എടുക്കാത്ത ആളുകളാണ് ആ പരസ്യത്തിൽ മൊത്തം വന്ന് നിൽക്കുന്നത് ഈ ആൻറ്റി ഏജിങ് ആഡുകളിൽ. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ആഡ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊരു ഡിസീസിനെക്കുറിച്ച്, ഒരു സിൻഡ്രത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആൻറ്റി ഏജിങ് സ്കാമിൻ്റെ പിന്നിൽ ഉള്ള ആളുകളെ അവർക്കറിയാം. അപ്പോൾ അവർ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ അവരൊരു ഡിസീസിനെ കുറിച്ച് കണ്ടെത്തി. ആ ഡിസീസിൻ്റെ പേര് എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം എന്നാണ്. അതായത് എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രം. ഇതിനെക്കുറിച്ച് അങ്ങനെ ആരും കേട്ട് കാണത്തില്ല. ഈ സിൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ സിൻഡ്രം ഉള്ള ആളുകൾക്ക് പ്രായം കുറച്ച് കൂടിയാലും സ്കിന്നിൽ ചുളിവ് വീഴത്തില്ല. സ്കിന്ന് ഭയങ്കര സ്മൂത്തായിട്ടിരിക്കും, ചെറുപ്പക്കാരുടെ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സിൻഡ്രം ഉള്ള ആളുകളെയാണ് ഇവർ മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സിൻഡ്രത്തെക്കുറിച്ചുള്ള അറിവില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഓരോ ആളുകൾ നമുക്കും അതുപോലെ ആവാമെന്നും പറഞ്ഞ് ചെന്ന് ചാടിക്കൊടുത്ത് സ്കാമായി പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മൊത്തം ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു പശയാണ്. നമ്മുടെ സ്കിന്ന്, ജോയിൻറ്റ്സ്, രക്തക്കൊഴലുകളെയൊക്കെ ശക്തമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ അതാണ്. കാരണം ടോട്ടൽ ബോഡിയെ ഒരു പശയായിട്ട് പിടിച്ച് നിർത്തണമല്ലോ ഈ ജോയിൻസിനെയും രക്തക്കൊഴലുകളെയും നമ്മുടെ സ്കിന്നിനെയും എല്ലാം കൂടെ. അപ്പോൾ ഈ EDS എന്ന് പറയുന്ന രോഗം, അതായത് എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം എന്ന് പറയുന്ന
ഈ ഒരു രോഗം ഉണ്ടാവാൻ കാരണം ഒരു മ്യൂട്ടേഷനാണ്. അതായത് നമ്മുടെ ഈ കൊളാജൻ, ഈ ഒരു എല്ലാത്തിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഈ ഒരു പശേനെ തകരാറിലാക്കുന്ന ഒരു ജനറ്റിക് മ്യൂട്ടേഷനാണ് ഈ രോഗത്തിൻ്റെ കാരണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ആ പശയുടെ ആ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ആ ഒരു എന്തു പറയുക, അതിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ഈ ഡിസീസ്, ഈ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് പ്രായമാകുമ്പോൾ സ്കിന്ന് ചുളുങ്ങൂലെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് വേറെ പണി കിട്ടുമെന്ന് ഞാൻ ഈ പറഞ്ഞ മൊത്തം ഈ ജീൻസ് മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ തകരാറിലാവില്ല, ജീൻ മ്യൂട്ടേഷൻ വന്ന് കയറുമ്പോൾ. അപ്പോൾ അത് കാരണം മൊത്തം തകരാറിലാവും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ ഈ EDS എന്ന് പറയുന്ന ഈ സിൻഡ്രോം ഉള്ള ആളുകൾ ജനിക്കുമ്പോഴേ ഈ സിൻഡ്രോം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ എപ്പോഴും ഈ സിൻഡ്രോം കാരണം ഈ മ്യൂട്ടേഷൻ വന്നുകൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും ഈ വലിഞ്ഞിരിക്കും, മനസ്സിലായി, മറ്റേ വലിഞ്ഞ് സ്ട്രെച്ചായിരിക്കും എന്ന് പറയല്ല, അതുപോലെ സ്ട്രെച്ചായിട്ടിരിക്കും. അപ്പോൾ അത് ഈ സിൻഡ്രോം മ്യൂട്ടേഷൻ കാരണം അങ്ങനെ ഇരിക്കും. അപ്പോൾ നോർമലായിട്ട് സാധാരണ ആളുകൾ പ്രായമാകുമ്പോൾ ഈ കൊളാജൻ തകരാറിലാകുമ്പോൾ നമുക്ക് പയ്യെ പയ്യെ ചുളിവുകൾ വന്നു തുടങ്ങും. അങ്ങനെയാണ് സ്കിന്ന് ചുളുങ്ങുന്നത്. അങ്ങനെ സ്കിന്ന് ചുളുങ്ങി വയസ്സാവും. അപ്പോൾ അത് നോർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ സിൻഡ്രോം ഉള്ള EDS എന്നുള്ള ഈ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഇത് സ്കിന്ന് ഈ കൊളാജൻ ഈ ചുരുങ്ങുന്നതിന് പകരം ഇതൊരു തരം സ്ട്രെച്ചായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എത്ര ഏജ്ഡ് ആയാലും ചെറുപ്പം പോലെ ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് അൺനാച്ചുറൽ ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു 50-60 വയസ്സായിട്ടും സ്കിന്നൊക്കെ ചുളിയാതെ ചെറുപ്പക്കാരെ പോലെ ഇരിക്കുന്ന അവസ്ഥ തന്നെ ചിന്തിച്ച് നോക്കണം. അതൊരിക്കലും നാച്ചുറൽ അല്ല. അതായത് നാച്ചുറലായിട്ട് പ്രായമാകുമ്പോൾ സ്കിന്ന് ചുളിയണം. അപ്പോൾ അവിടെ നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സൈഡ് അവർക്ക് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അത് ശരി. പക്ഷെ മറു സൈഡ് ആ ടോട്ടൽ പശ, നമ്മുടെ ജോയിൻറ്റ്സ്, രക്തക്കൊഴലുകളെയൊക്കെ ശക്തമാക്കുന്ന എല്ലാത്തിനെയും കൂടെ പശയായിട്ട് ഒന്നിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ടോട്ടൽ കൊളാജനെ തന്നെ അതിൻ്റെ ആ ഒരു പശ ശേഷിയെ എല്ലാത്തിനും കൂടെ ചേർത്ത് നിർത്താൻ കഴിവുള്ള ആ ഒരു ശേഷി തന്നെ മ്യൂട്ടേറ്റഡ് ആയിട്ട് ആ ജീൻ മ്യൂട്ടേഷൻ വന്ന് തകർത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗികൾ ഒരു സൈഡ് ചെറുപ്പം പോലെ സ്കിന്ന് ഇങ്ങനെ ഇരിക്കുമെങ്കിലും മറു സൈഡ് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ഒരു ഡിസീസിന് മരുന്നില്ല. ഈ EDS എന്നുള്ള ഡിസീസ്, എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രോത്തിന് മരുന്നില്ല, മെഡിസിൻ ഇല്ല. ഇതൊരു തരം ജനിതക രോഗമാണ്. ഇത് ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഹാബിറ്റ് കൊണ്ടോ ഒന്നുമല്ല വരുന്നത്. ഇത് ജനറ്റിക്കൽ ഡിസീസാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ EDS എന്നുള്ള ഈ ഒരു സിൻഡ്രോം ഉള്ള ഒരു അമ്മ, ഈ ഒരു രോഗമില്ലാത്ത അച്ഛൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു കുട്ടി ഉണ്ടാക്കി 50% ആ കുട്ടിക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്, 50% ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക്, ഒരു പേരൻറ്റിന് EDS ഉണ്ട്, ഒരു പേരൻറ്റിന് ഇല്ല. അവർ രണ്ടും കൂടെ ചേർന്ന് കുട്ടി ഉണ്ടാക്കിയപ്പോൾ കുട്ടിക്ക് അത് വന്നില്ല. അതായത് ആ ജീൻസ് സപ്രസ്സായി കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് പേടിക്കാവൊന്നും ഇല്ലെന്നല്ല, ആ കുട്ടിക്ക് ഇല്ലെന്നേ ഉള്ളൂ. ആ കുട്ടി അടുത്ത കുട്ടി ഉണ്ടാക്കുമ്പോൾ അതേ ജീൻസ് വീണ്ടും കയറി വരും. ഇത് ജീൻ പൂളിൽ തന്നെ കാണും, മനസ്സിലായില്ലേ? അതായത് ജീൻ പൂളിൽ തന്നെ ഇത് നിലനിൽക്കുമെന്ന് അറിയണം. അതാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇതിന് വേറെ ഡിസീസ് ഒന്നുമില്ല. പിന്നെ ഇതിന് മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ രോഗികൾ പക്ഷേ ഫിസിയോതെറാപ്പിയോ അല്ലാതെ ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പി അല്ലാതെ കുറച്ച് കെയർ ആയിട്ട് സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ ജീവിച്ച് പോവുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എഹിലേഴ്സ് ഡാൻലോസ് സിൻഡ്രോം എന്ന് പറയുന്ന ഈ രോഗമുള്ള ആളുകളെ കണ്ടെത്തി ഈ ആൻറ്റി ഏജിങ് സ്കാം ചെയ്യുന്ന ആളുകൾ അവരെ മുന്നിൽ നിർത്തി അവരെ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കാണിച്ചിട്ട് കണ്ടില്ലേ 70 വയസ്സായി 60 വയസ്സായി അവരുടെ സ്കിന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കുക. അങ്ങനത്തെ സ്കാം ഇവിടെയൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ, വിദേശ രാജ്യത്തൊക്കെയാണ് നടക്കുന്നത്. ഇനി അത് ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു വാണിംഗ് ആയിട്ട് തന്നെ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇതൊരു വലിയ സ്കാമാണ്. അപ്പോൾ പ്രായമാകുമ്പോൾ നാച്ചുറലായിട്ട് സ്കിന്ന് ചുളിയും, അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ കുറേ പൈസ ഉണ്ടെങ്കിൽ കുറേയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വെക്കുക. എന്നാലും ആന്തരിക അവയവങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. ഈ പ്രായമാകുമ്പോൾ അവർക്ക് പഴക്കം വരും. ഇപ്പോൾ സൂപ്പർ സെൻറ്റിനേറിയൻസ് 110 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് പ്രായമാകുമ്പോൾ ചുളിവ് വരും. ചുളിവ് വന്നെന്ന് പറഞ്ഞൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ 110 വയസ്സ് വരെ ജീവിക്കുക. ചുളിവ് ഉണ്ടെങ്കിലും അവർ 110 വയസ്സ് വരെ ജീവിക്കും, മനസ്സിലായി? പിന്നെ കുറച്ച് പേർക്ക് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ ചില ആൾക്ക് കുറച്ച് ചുളിവ് കുറവായിരിക്കും. ഈ EDS ഉള്ളതുകൊണ്ടല്ല, അല്ലാതെ ജനിതകപരമായിട്ടുള്ള ഓർത്തോട്ടെ കൊളാജൻ എത്രത്തോളം ഫാസ്റ്റായിട്ട് തകരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ഈ മേഖലയിൽ നടക്കുന്ന ഈ സ്കാമിനെ കുറിച്ച് തിരിച്ചറിയുക.
ഇതൊരു പ്രത്യേക ഡിസീസുള്ള ആളുകളെ മുന്നിൽ നിർത്തിയാണ് ഈ ഒരു സ്കാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, സി യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.